ഹലോ. അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ വെക്കേഷൻ തുടങ്ങി. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീനും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ ഞാൻ രാത്രി തന്നെ കിച്ചണൊക്കെ ഫുള്ള് എല്ലാം എടുത്ത് വെക്കും. അപ്പം ഇന്നലെ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ കിടന്നു. അപ്പോൾ ഞാൻ വന്നപ്പം ഇവരെല്ലാം കഴിച്ച പ്ലേറ്റൊക്കെ കഴുകി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആരും ഷെൽഫിലേക്ക് എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ രാവിലെ എടുത്ത് വെക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം തന്നെ എനിക്ക് രാവിലെ ഒരു ചെറിയ ഡീമോട്ടിവേഷനാട്ടോ. അപ്പോൾ ഇന്ന് ഓൾറെഡി ലേറ്റായി എഴുന്നേൽക്കാനായിട്ട്. അപ്പം പെട്ടെന്ന് അഖിലിന് ഓഫീസിലേക്ക് പോകാനുള്ള ഫുഡ് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കുള്ളത് പിന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അഖിലിന് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈഡ് റൈസാണ്. അങ്ങനെ ഫ്രൈഡ് റൈസിൻ്റേതായ സാധനങ്ങളൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനും അതേപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് ഉപ്പും പെപ്പറും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിളായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചോറ് ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചു. ഒരു ഹാഫ് കുക്കാക്കി എടുക്കുകയായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് വരുമ്പോൾ കറക്റ്റ് ആ അടുത്ത വേവും കൂടി അതിൽ കറക്റ്റായിക്കോളും. ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ്, സോയാ സോസും കുറച്ച് വിനീഗറും കൂടി മിക്സ് ചെയ്തിട്ടൊരു സോസാക്കിയിട്ട് ഈ ഒരു റൈസിലേക്കും അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇടുക. ഒനിയൻ്റെ മറ്റേ ഗ്രീൻ പോർഷൻ അതും കൂടി ഇട്ടാൽ അത് റെഡിയായി. അപ്പോൾ എനിക്ക് എത്ര സമയമില്ലെങ്കിലും കുക്ക് ചെയ്യുമ്പം ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കണം. ഒന്നും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലം വേണം, ഇല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തിരക്കാണ്, ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അഖിലിന് ഇറങ്ങണം. അപ്പോഴത്തേക്കും എല്ലാം പാക്ക് ചെയ്യണം. എന്നാലും ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വളരെ സിമ്പിളായിട്ടല്ലേ ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം കുറച്ചും കൂടി ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ഒരു റൈസ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണേ. ഈ ഒരു റൈസ് വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് കുക്കുംബറാണ് വെക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുക്കുംബറില്ലേ, ബേബി കുക്കുംബർ, അതാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ലഞ്ച് ബോക്സിൽ നന്നായിട്ട് റൈസ് വെച്ചു. അതിനുശേഷം ബേബി കുക്കുംബറും കുറച്ച് വെച്ചു. ഒരു 1/2 കുക്കുംബർ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് വെച്ചു. ഇനി കുറച്ച് യോഗേർട്ട് വെക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ യോഗേർട്ട്, അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ കുക്കുംബറും ഈ ഒരു സംഭവം കൂടി മിക്സ് ചെയ്തിട്ടും വെക്കാം കേട്ടോ. പക്ഷേ അഖിലിന് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ അത് സെറ്റായി. അതിന് ശേഷം ഫ്രൂട്ട്സായിട്ട് ഇന്ന് ആപ്പിളാണ് വെക്കുന്നത്. അപ്പോൾ ആപ്പിൾ വെക്കുമ്പോൾ നമ്മളെപ്പോഴും കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സോൾട്ട് വാട്ടറിലൊന്ന് മുക്കിയിട്ട് എടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറുത്തു പോവില്ല. അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ സീഡും ഒരു 2 ഡേറ്റ്സും കൂടെ വെച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ്. സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സാണിത്. അപ്പം അത് സെറ്റായി. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാത്രി ഞാൻ ഉണ്ടാക്കിയ പുട്ടും ചെറുപയർ കറിയൊക്കെ അങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ലഞ്ച് ബോക്സ് വെക്കാനായിട്ട് ലിവിങ് റൂമിലേക്ക് പോയപ്പോഴാണ് ലിവിങ് റൂം അങ്ങനെ ആകെ എനിക്ക് ഇതൊന്നും രാവിലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു മോട്ടിവേഷനെ ഒരു വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ക്ലീൻ ആയിട്ടിരുന്ന എനിക്ക് നല്ല നല്ല സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ രാത്രി യൂഷ്വലി രാത്രി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ മക്കൾ ഞാൻ കഴിഞ്ഞിട്ടാണ് മക്കൾ ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവർ ഓൾമോസ്റ്റ് അവിടെയൊക്കെ സെറ്റാക്കി വൃത്തികേടാക്കി വെച്ചിട്ടേക്ക് വന്ന് കിടക്കുക. അപ്പോൾ ഇന്നലെ എനിക്ക് ചെറിയ തലവേദനയൊക്കെ ആയപ്പോൾ ഞാൻ നേരത്തെ ഉറങ്ങിയതാണ്. അപ്പോൾ തിരിച്ച് വന്നത് അറിയാനുണ്ട്. അവർ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവിടെയും ഇവിടെയൊക്കെ ബിസ്ക്കറ്റൊക്കെ ആക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഞാൻ എടുത്തു വെച്ചു. നിലമൊന്നും ക്ലീൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് വേഗം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചു. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല, എനിക്കൊരു ക്ലാസ് ഉണ്ട് രാവിലെ 9:30 തൊട്ടിട്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എന്താ ക്ലാസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് അത് പറയാഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. അത് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി വരുമ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ അറബിക് പഠിക്കുന്നുണ്ട്, സ്പോക്കണാണ് പഠിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് സ്പോക്കൺ അറബി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ക്ലാസ്. എനിക്ക് യാതൊരു ടച്ചും ഇല്ലാത്തൊരു ലാംഗ്വേജാണ് അറബി.
അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാഞ്ഞത്. ഇപ്പോഴും കാര്യമായിട്ട് അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടല്ലേ. ഇതിനേക്കാളും ഈസി നമുക്ക് ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണെന്ന് തോന്നും കുറച്ച് കഴിയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ലേണിംഗ് സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഷെയർ ചെയ്യാം. ഞാൻ വീടൊക്കെ ഒന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തു. അതേപോലെ മടക്കി വെച്ച തുണികളൊക്കെ എടുത്തു വെച്ചു, കുട്ടികളെ വിളിച്ചു. അവർക്ക് ഫുഡ് ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്താൽ മാത്രമേ ഞാൻ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവരത് കഴിച്ച് തീർക്കുള്ളൂ. അത്ര സ്ലോ ആയിട്ടാണ് രണ്ടാളും കഴിക്കുക. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ലേറ്റായി. വേഗം ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്താണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, കഴിക്കുന്ന എന്നാലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് ഞാൻ ഡെയിലി ഇങ്ങനെ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ പറയും കഴിക്കുമെന്ന് പറയും. അപ്പോൾ അവരിങ്ങനെ കുറച്ചായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ ഞാൻ ക്ലാസ് ഇതാക്കുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുള്ളാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, അവർ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഒന്നാമത് ഇവർക്ക് ഈ ഒരു വാക്യൂം ക്ലീനർ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവർ ക്ലീൻ ചെയ്തതുകൊണ്ട് ഇന്ന് ഞാൻ അവർക്ക് റിവാർഡായിട്ട് 2 സ്റ്റാർ കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഫുൾ ടൈം അടിയാണ് കേട്ടോ. അപ്പോൾ ആ അടി ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് റിവാർഡ് ചാർട്ട്. അടി ഉണ്ടാക്കുന്ന ആൾക്ക് ബ്ലാക്ക് ഡോട്ടും, ആര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ അവർക്കൊരു സ്റ്റാറും. പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കും. ഡോട്ട് കിട്ടുന്ന ആളെ മങ്കി മന്തിലേക്ക് ഇടും. അതൊക്കെ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയൊരു പേരാണ്. മങ്കി മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത് അവർ പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് അവർക്കും അറിയാം. പിന്നെ TV ചാർട്ട്. TV ആരാ കൂടുതൽ കാണുന്നതെന്ന് വിചാരിച്ചാൽ അവർക്കൊരു സീഡുണ്ട്, ആ സീഡ് വളരില്ല. തീരെ കാണാത്ത ആൾക്കാർക്ക് മാത്രം അത് ട്രീ ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഗിഫ്റ്റായിട്ട് കിട്ടും. ഇതാണ് ഞങ്ങളുടെ പ്ലാന്. അങ്ങനെയെങ്കിലും അവരത് ചെയ്യാതിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞങ്ങൾ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കുന്ന സമയം അധികം ഇവരിങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ. അപ്പം ഇന്ന് ഈ ഇലക്കറി ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഭക്ഷണമാണ്, പ്രത്യേകിച്ച് മുരിങ്ങേൻ്റെ ഇല. സാധാരണ ഞാൻ കറി ഒക്കെ ചെയ്താലും അവരത്ര കഴിക്കില്ല. അപ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ നിലം മൊത്തം ആക്കിയിട്ടുണ്ടാവും. എന്നാലും വേണ്ടില്ല, അത്രയും സമയം അവർ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാനും അതും ശ്രദ്ധിക്കാറില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ ഇലക്കറി കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചമ്മന്തിയാണ് ഇത്. ഉണ്ടാക്കിയിട്ട് ഇവിടെ വളരെ സക്സസ് ആയിട്ടുള്ളതാണ്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഉഴുന്ന് പരിപ്പ്, ഇത് രണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അത് കളർ മാറി വരുന്നതിന് മുന്നേ ആയിട്ട് വെളുത്തുള്ളി അതേപോലെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു പീസ് പുളിക്കനുസരിച്ചിട്ട് കുറച്ച് പുളിയും കൂടെ ചേർത്ത് അതും ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുരിങ്ങേൻ്റെ ഇല നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക. ഒരു തുള്ളി വെള്ളം ഞാൻ തളിച്ചിട്ടാട്ടോ അരച്ചെടുത്തത്. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടയായിട്ട് കിട്ടും. ഇത് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിലവർ നെയ്യൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കും. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ നെയ്യ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല. അവർ കറികളെ കൂട്ടത്തിൽ ഇത് മിക്സ് ചെയ്താൽ വലുതായിട്ട് അതിൻ്റെ ടേസ്റ്റ് ആ ഒരു ഇലേൻ്റെ ടേസ്റ്റിനേക്കാളും നല്ല രസമായിട്ട് കഴിക്കും. പിന്നെ ഇന്ന് ഇവർക്ക് ബേസിക്കലി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കി, അതേപോലെ തൈര് വെച്ചിട്ട് ജസ്റ്റ് തൈര് വറുത്തിട്ടിട്ടൊരു കറിയും, പിന്നെ കുറച്ച് ബ്രിഞ്ചാൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വഴുതനങ്ങേൻ്റെ ഒരു ഫ്രൈയും. അപ്പോൾ വഴുതനങ്ങ നേർക്ക് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇതാണ് മെയിൻ മസാല കേട്ടോ. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ മൈദ ഉണ്ടെങ്കിൽ മൈദയും കൂടി ചേർക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു കുഴമ്പ് പരുവമൊന്നും അറിയില്ല, ആ ഒരു ഫോമിൽ എത്തുമ്പോൾ ആ വെള്ളം ഒഴിക്കുന്നത് നിർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടല്ലാണ്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പ് വെള്ളത്തിലാണ് ഞാൻ മുക്കി വെച്ചിരുന്നത് കേട്ടോ വഴുതനങ്ങ. ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച വഴുതനങ്ങ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി കളഞ്ഞ്
ഈ ഒരു ഇതിൽ മിക്സിയിൽ മുക്കി വയ്ക്കുക, കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇന്ന് മീൻ വറക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശരിയാണ് കേട്ടോ മീൻ കിട്ടിയത്. അത് എൻ്റെ അടുത്ത് ഇത് കുറവായിരുന്നു മല്ലിയില. ഞാൻ സാധാരണ നല്ലോണം മല്ലിയില ഒരു പിടിയെടുത്ത് അതിൻ്റെ കൂടെ കുറച്ചൊരു വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് മീനിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യും. അപ്പോൾ നല്ല ഫ്ലേവർ ആട്ടോ. ആ ഒരു മല്ലിയില, എനിക്ക് മല്ലിയില ചോറ് കൂട്ടി കഴിക്കാൻ തന്നെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് പിന്നെ നല്ല വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇനി മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മോരുകറി പറഞ്ഞാൽ ഇവർക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയെ കൊണ്ട് ഞാൻ അധിക ദിവസം ഉണ്ടാക്കാറുണ്ട്. എണ്ണ ചൂടാക്കി കടുക് ഇടുക, കരിവേപ്പില ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ എണ്ണ ഒന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് ഇടാൻ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച തൈരിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇതും ചോറും എന്തെങ്കിലും ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഫുഡ് കഴിക്കും. അപ്പം ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പം ഞാൻ അധികം മീൻ ഇങ്ങനെ തവ ഫ്രൈ ആണ് ചെയ്യാറുള്ളത്. നൈനൂന് വലിയ മീനിനോട് താല്പര്യമില്ല, തീരെ കഴിക്കില്ല. അപ്പം ഞാൻ എപ്പോഴും അവൾക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും. മോന് മീനും വേണം. രണ്ടുപേർക്കും രണ്ട് ഇഷ്ടങ്ങളാണ്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി. ഇനി നമുക്ക് മുക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ, റവ അല്ലേ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയിൽ ഒന്ന് മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല രസമാണ്. കുട്ടികൾക്ക് വെറുതെ കഴിക്കാനും കൊടുക്കുക. വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനും നല്ല രസമാണ്. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ആ വഴുതനങ്ങ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വറക്കുമ്പോൾ പകുതി തന്നെ ഞാൻ കഴിക്കും. എന്നിട്ടാണ് പിന്നെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൽ, അല്ലെങ്കിൽ ഞാനത് മൊത്തം ഇരുന്ന് കഴിക്കും. അത്രയും ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ലഞ്ച് ഉണ്ടാക്കൽ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡ് ബൈ സൈഡ് എല്ലാം ക്ലീനൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ നമ്മളുടെ ലഞ്ചും റെഡിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച്. കുറച്ച് ചെറുപയർ കറിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയിട്ട് ഇന്നത്തെ ലഞ്ച് അങ്ങനെ സെറ്റായി. സ്കൂളിൽ പോകുന്ന സമയം ലഞ്ച് ബോക്സൊക്കെ അങ്ങനെ ഇവർ തിരിച്ചു കൊണ്ടുവരികയാണ് മോസ്റ്റ്ലി ഉണ്ടാവുക. അധിക ദിവസം ഈ ലഞ്ച് ബോക്സ് എന്ത് ഉണ്ടാക്കിയാലും അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാലും അത് തിരിച്ചു കൊണ്ടുവരും. അതേ ഇവർ വീട്ടിലിരുന്നാൽ എങ്ങനെ വിശന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അമ്മ വിശക്കുന്നു അങ്ങനെ ഫുൾ ടൈം വിശപ്പായിരിക്കും. അപ്പം ഈവനിങ് ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ചായിട്ടേ ഉള്ളൂ, വൈകുന്നേരം ആയിട്ടില്ല. അതിന് മുന്നേ ഇവർക്ക് വിശപ്പ് തുടങ്ങി. അപ്പം ഞങ്ങൾ ഇന്നിങ്ങനെ ഫോണിലിങ്ങനെ നോക്കിയപ്പം നൈനുവാണ് പറഞ്ഞത് ഒരു ഐസ്ക്രീം വേണം, അത് ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒക്കെ കണ്ടതാണ് ഇങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുക. അപ്പോൾ അതിലുള്ള പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളെ അടുത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കേടിലേക്ക് ഹണി ഒഴിച്ചു കൊടുത്തു. ഹണി നല്ല മധുരത്തിനനുസരിച്ച് ഹണി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഞങ്ങൾ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. ആപ്പിൾ കട്ട് ചെയ്യാൻ ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ട് ഇവർ കട്ട് ചെയ്യും. ഇവർ ഹെൽപ്പ് ചെയ്യണ എന്ത് സംഭവമാണെങ്കിലും നന്നല്ലെങ്കിലും ഇവർ എങ്ങനെയെങ്കിലും കഴിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതെപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ വാ കട്ട് ചെയ്യാൻ വാ, ഹെൽപ്പ് ചെയ്യാൻ വാ എന്നൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ ഇതിനങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇവരുണ്ടാക്കിയ ഫുഡിനെ. അതുകൊണ്ട് അങ്ങനെയെങ്കിലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരെ ഇതിന് മാത്രം നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ആ കേടിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രീസറിൽ അത് സെറ്റ് ആവാനായിട്ട് വെച്ചു. അപ്പം പീനട്ട്സ് ഉണ്ടായിരുന്നു വാങ്ങിയത്. കുറച്ച് ദിവസമായി ഇതവിടെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും അതും കൂടെ വറക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂഷ്വലി ഉപ്പിട്ടിട്ടാണ് വറക്കാറുള്ളത് കേട്ടോ. ഉപ്പിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതും വറുത്ത് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇതുണ്ടാവും. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നമ്മൾ ഐസ്ക്രീം ഉണ്ടല്ലോ, അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാം. പക്ഷേ പോപ്സിക്കിൾ ആക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്കത് കട്ട് ചെയ്തപ്പോൾ പിന്നെ തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.